ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എക്സ്പെൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയാണ്. ഡെയിലി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഈ സോഫ്റ്റ്വെയർ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എക്സ്പെൻസും ഇൻകവും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാറ്റഗറി വൈസ് ആയിട്ട്, അതായത് ഇപ്പോൾ ഗ്രോസറി ഐറ്റംസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം എത്ര ചിലവാക്കി, അതുപോലെ റെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം ചിലവാക്കി, അതുപോലെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ എത്രമാത്രം ചിലവാക്കി, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാകും. ഈ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം ക്യാഷാണ് ചിലവാക്കി കളയുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായൊരു റിപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കൃത്യമായ റിപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞ ശേഷം ഇതിൽ ഏതാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാഷ് നമ്മുടെ സേവിങ്സിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഇത് നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഈ മൊബൈലിൽ ഓൾറെഡി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സോഫ്റ്റ്വെയർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഡെയിലി എക്സ്പെൻസസ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെയിലി എക്സ്പെൻസസ് 2ഉം 3ഉം കാണാം. ഇതിൽ ലേറ്റസ്റ്റ് വെർഷന് 3 ആണ്. അതുകൊണ്ട് നമുക്ക് 3 ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് ഫ്രീ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഈ മൊബൈലിൽ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാം. സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിന്റെ ഹോം സ്ക്രീനിൽ കാണുന്ന ഇന്റർഫേസ് ആണ് ഇങ്ങനെയെന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ നമ്മൾ കാണുന്നത് ഇവിടെ ഓൾ അക്കൗണ്ട്സ് എന്നുള്ള സെലക്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ മുകളിൽ കാണുന്ന കാർഡ് 1, ക്യാഷ്, സേവിങ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും അക്കൗണ്ട് അത് മാത്രം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എല്ലാ അക്കൗണ്ട്സും ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിതിൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്കിതിൽ ഓൾ അക്കൗണ്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മളുടെ എല്ലാ അക്കൗണ്ടിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാം. ഓൾ അക്കൗണ്ട്സിന്റെ തൊട്ട് താഴെ കാണുന്നത് ഇൻകം എൻ്റർ ചെയ്യാനുള്ള ബട്ടൺ, രണ്ടാമത്തത് എക്സ്പെൻസ് എൻ്റർ ചെയ്യാനുള്ള ബട്ടൺ, മൂന്നാമത്തത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബട്ടൺ. ഇനി ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിന് തൊട്ട് താഴെ നമ്മൾ കാണുന്നത് മന്ത്ലി എക്സ്പെൻസസ് പ്ലസ് റിമൈനിങ്സ് എത്രയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലെ കറണ്ട് ബാലൻസ് 0 ആയിട്ടാണ് കാണിക്കുന്നത്. മന്ത്ലി സമ്മറി ബൈ കാറ്റഗറി എന്ന് പറയുന്ന ഈ ഒരു റിപ്പോർട്ടിലാണ് നമ്മളുടെ എല്ലാ എക്സ്പെൻസുകളും ഓരോ വിഭാഗമായിട്ട് തിരിച്ചിട്ട് ഓരോരോ വിഭാഗത്തിലും എത്രമാത്രം ക്യാഷാണ് നമ്മളുടെ എക്സ്പെൻസിലേക്ക് വരുന്നത് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് നോക്കാം. തൊട്ട് താഴെ കാണുന്നത് ലാസ്റ്റ് 10 റെക്കോർഡ്സ്, നമ്മൾ എൻ്റർ ചെയ്ത ലാസ്റ്റ് 10 റെക്കോർഡ്സ് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഹോം സ്ക്രീനിന്റെ ഇടതുവശത്തുള്ള 3 ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഹോം സ്ക്രീൻ, തൊട്ട് താഴെ മൂവ്മെന്റ് ലിസ്റ്റ്, അജണ്ട, അക്കൗണ്ട്സ്, ബജറ്റ്, റിപ്പോർട്ട്സ് ബൈ ഡേറ്റ്, റിപ്പോർട്ട്സ് ബൈ കാറ്റഗറി, ട്രെൻഡ്സ് ഇൻ കാറ്റഗറീസ്, ഐക്കൺ ഷോപ്പ്, ഫ്രീക്വന്റ് റെക്കോർഡ്സ്, സെറ്റിംഗ്സ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, സെറ്റിംഗ്സിലേക്ക് നമുക്ക് പോകാം. സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാറ്റഗറി എന്ന് പറയുന്നത് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. കറൻസി ഫോർമാറ്റ് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ കറൻസി ഫോർമാറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് USD-യിലാണ് കിടക്കുന്നത്. കറൻസി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് INR നമുക്ക് കാണാം. INR കാണാം. ഓക്കെ, ഈ INR സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് ദിസ് കറൻസി. എന്നിട്ട് ഡു യു വാണ്ട് ടു കൺവേർട്ട് ഓൾ അക്കൗണ്ട്സ് ടു ദിസ് കറൻസി, യെസ് എന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ നമ്മുടെ കറൻസി ചേഞ്ച് ആയി. ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അപ്പിയറൻസിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ബാക്കപ്പ് പെർ ഡെയിലി ഓർ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഇങ്ങനെ എടുക്കണോ അതോ നമുക്ക് ബാക്കപ്പ് എടുക്കണ്ടേ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് താഴെ നമുക്ക് ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യാനും ബാക്കപ്പ് സെർച്ച് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ബാക്കപ്പിന്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് പാസ്വേഡ് കൊടുത്തിട്ട് നമ്മളെ അക്കൗണ്ട്സ് പ്രൊട്ടക്ട് ചെയ്യാം. കാരണം നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പാസ്വേഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. പ്രോ ലൈസൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ കാണാം. അതിൽ നിന്നും നമുക്ക് ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയാണ് സെറ്റിംഗ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇൻകം ഏതെല്ലാം തരത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻകം ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു സാലറി മേടിക്കുന്ന ആളാണെങ്കിൽ, ഒരു 25,000 രൂപ സാലറി മേടിക്കുന്ന ഒരാളാണെങ്കിൽ 25,000 രൂപ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് അടിക്കാം. ഏത് മാസത്തിലെ സാലറി ആണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യാം.
ഡൺ അടിക്കുക. ഇവിടെ നമ്മൾ അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുക. നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം കാറ്റഗറി സാലറി ആയിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടിയത്, അതുകൊണ്ട് സാലറി എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ വലതുവശത്ത് ടിക്ക് മാർക്ക് കാണുന്നുണ്ടല്ലോ, റൈറ്റ് ടോപ്പ് കോർണറിൽ കാണുന്ന ടിക്ക് മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ അവിടെ സേവ് ആയി. ഇനി ദിവസക്കൂലി മേടിക്കുന്ന ഒരാൾക്കാണ് അദ്ദേഹത്തിൻ്റെ കൂലി ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളതെങ്കിൽ ഇവിടെ 750 രൂപ ദിവസക്കൂലി മേടിക്കുന്ന ആളാണെങ്കിൽ 750 എന്നുള്ളത് എൻ്റർ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കാം. എന്താണ് ജോലി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതി വെക്കാം. അതിനുശേഷം ഡൺ അടിക്കാം. സാലറി എന്ന് പറയുന്ന കാറ്റഗറി തന്നെ നമുക്കിവിടെ ചൂസ് ചെയ്യാം. നമുക്കിവിടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് വീണ്ടും വേറൊരു ഡേറ്റിലെ ഡാറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ ആ ഡേറ്റിലെ ഡാറ്റ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് അടിക്കുന്നു, ഡൺ അടിക്കുന്നു, അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, നമ്മളെ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു. ചില ആളുകൾക്ക് റെൻറ്റിൽ നിന്നുള്ള ഇൻകം എൻ്റർ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ആ ഒരു ഇൻകം നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. പക്ഷേ ഇവിടെ നമുക്കുള്ള ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാറ്റഗറിയിൽ സാലറി ഉണ്ട്, ലോൺ ഉണ്ട്, സെയിൽസ് ഉണ്ട്. പക്ഷേ നമുക്കിവിടെ റെൻറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാറ്റഗറി ഇല്ല. ഈ കാറ്റഗറി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ വലതുവശത്ത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ടിക്ക് മാർക്കിന് ഇടതുവശത്ത് കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു പ്ലസ് സിമ്പിൾ കാണുന്നുണ്ട്, വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ കാറ്റഗറി എൻ്റർ ചെയ്യുക. നമുക്കിവിടെ റെൻറ്റ് ഇൻകം ആണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ റെൻറ്റ് ഇൻകം എന്നുള്ളത് എൻ്റർ ചെയ്യാം. ഡൺ. ഇവിടെ ആ റെൻറ്റ് ഇൻകം നമ്മൾ വരുന്നത് ക്യാഷിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മളത് ക്യാഷ് അക്കൗണ്ടിലേക്കായിട്ട് സേവ് ചെയ്യാം. ഇവിടെ ന്യൂ കാറ്റഗറിയുടെ തൊട്ട് താഴെ ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഇതിന് അനുയോജ്യമായ ഒരു ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിവിടെ വരുന്നു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മൾ ബാക്ക് പോകുന്നു. നമുക്ക് വീണ്ടും റെൻറ്റിൽ നിന്നും നമുക്കൊരു 2500 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എൻ്റർ ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. ഏത് മാസത്തെ റെൻ്റാണെന്ന് വെച്ചാൽ അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു, ഡൺ. ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, കാറ്റഗറി നമ്മൾ റെൻ്റ് ഇൻകം വെക്കുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഹോം സ്ക്രീനിൽ പോയി നോക്കാം എന്തെല്ലാം ഡാറ്റയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് നോക്കാമല്ലോ. ഇൻകം നോക്കി, ഇവിടെ 29,000 ഇവിടെ ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ലാസ്റ്റ് 10 റെക്കോർഡ്സിൽ നമ്മുടെ റെൻറ്റ് ഇൻകം 2,500, സാലറി 25,000, സാലറി 750, ദിവസക്കൂലി 750 ദിവസക്കൂലി അല്ലേ, ഇതെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മന്ത്ലി സമ്മറി ബൈ കാറ്റഗറി എന്ന് പറയുന്നതിൽ നമുക്ക് ഡാറ്റ ഒന്നുമില്ല, നമ്മൾ എക്സ്പെൻസ് എൻ്റർ ചെയ്തിട്ടില്ല ഇവിടെ, അതുകൊണ്ട് അവിടെ ആ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നില്ല. ഇനി നമുക്ക് എക്സ്പെൻസ് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. എക്സ്പെൻസ് എൻ്റർ ചെയ്യുന്നു. ഒരു ദിവസം നമ്മൾ പലചരക്ക് കടയിൽ പോയിട്ട് 500 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കുന്നു. അത് നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം? 500 രൂപ, നെക്സ്റ്റ്, ക്യാഷ് കൊടുത്തിട്ട് സാധനം മേടിക്കുന്നു. ഗ്രോസറി ഉണ്ടോ ഇവിടെ? ഗ്രോസറി ഇല്ല. അപ്പോൾ നമുക്ക് ഗ്രോസറി എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയ കാറ്റഗറി എടുക്കാം. പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം, പ്ലസ് സിമ്പിൾ അടിക്കാം, കാറ്റഗറി ഗ്രോസറി, ഡൺ. അതിനുശേഷം ക്യാഷ് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് എടുക്കുന്നു. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു ഐക്കൺ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രോസറി നമുക്ക് ട്രോളി നമ്മൾ സെലക്ട് ചെയ്യുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് പലചരക്ക് കടയിൽ നിന്നും നമ്മൾ കുറച്ച് ഒരു 500 രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിലെങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. നമ്മൾ 500 രൂപയ്ക്കാണ് മേടിച്ചതെങ്കിൽ 500 രൂപ എൻ്റർ ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, ഡൺ അടിക്കുന്നു. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് മേടിച്ചത്. ഇവിടെ ഗ്രോസറി എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ സേവ് ചെയ്യുന്നു, നമ്മൾ ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ എക്സ്പെൻസ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 1000 രൂപയ്ക്ക് നമുക്ക് ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എൻ്റർ ചെയ്യാണ്. ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇവിടെയുണ്ട്, അത് നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് വീണ്ടും ട്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു 1000 രൂപ നമ്മൾ ട്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു, ഡൺ ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ട്യൂഷൻ എന്ന് പറയുന്ന അക്കൗണ്ട് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്ക് പോകുന്നു, കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നു, പ്ലസ് സിമ്പിൾ അടിക്കുന്നു, ട്യൂഷൻ സെലക്ട് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും ഐക്കൺ സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, ബാക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ 1000 രൂപ ക്യാഷ് അക്കൗണ്ടിൽ നിന്നും ട്യൂഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു.
ഇതുപോലെ നമുക്ക് പുതിയ കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്പെൻസ് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നമുക്ക് ബാക്ക് പോയിട്ട് ഹോം സ്ക്രീനിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇൻകം 29,000, നമ്മൾ എക്സ്പെൻസ് 2,500, കറണ്ട് ബാലൻസ് 26,500. അതിനുശേഷം ഹെൽത്ത് വേണ്ടിയിട്ട് 1000, ട്യൂഷന് വേണ്ടിയിട്ട് 1000. നമ്മൾ ലാസ്റ്റ് എൻ്റർ ചെയ്ത റെക്കോർഡ്സ് കംപ്ലീറ്റ് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ നിന്നും സേവിങ്സ് അക്കൗണ്ടിലേക്ക് നമുക്കൊരു 2,500 രൂപ നമ്മൾ മാറ്റിയെന്ന് വെക്കാം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 2,500 രൂപ ക്യാഷ് അക്കൗണ്ടിൽ നിന്നും സേവിങ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നു. ഈ ഒരു ഡെയിലി എക്സ്പെൻസസ് സോഫ്റ്റ്വെയർ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ള ആളുകൾക്കും ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിർത്തുന്നു. സ്നേഹപൂർവ്വം, പ്രമോദ്.